എന്തായാലും വണ്ടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു റേഞ്ച് സെഡാൻ EV നോക്കുന്നുണ്ടെങ്കിൽ ഇതാ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുതലാണ്. കൊണ്ടു നടക്കുമ്പോൾ ഒരു യുണീക്ക് സ്റ്റൈലായിരിക്കും. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, പനോറമിക് സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും ഫീച്ചറിസ്റ്റിക് SUV ആണ്. 7 സീറ്റർ വാഹനമാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് 29,13 എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ചാല് കഴിഞ്ഞ മാസം നമ്മളിവിടെ സോൾഡ് ഔട്ട് ചെയ്തതില് 6 വണ്ടി പോയതും EV വിൻസർ ആണ്. അത്രയും വണ്ടി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അത്രയും വണ്ടി വിൻസർ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാം ഒരേ മോഡലും ഏകദേശം ഒരേ വിലയൊക്കെയാണ്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, ആദ്യം നമുക്ക് അതിൽ തുടങ്ങാം. KL 7 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന കാറാണിത്. ഏതാ മോഡൽ ഇത്? 2023 ടൂ വീലാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങളൊരു പേര് കണ്ട ക്യാപ്സ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ക്യാപ്സ് നല്ല വീഡിയോ ഉണ്ട്. ഇന്ന് ക്യാപ്സ് ലെക്സിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. അതായത് ഇവർ പുതുതായിട്ടൊരു ഷോറൂം തുറന്നിട്ടുണ്ടായിരുന്നു ലക്ഷറി സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ലക്ഷറി വാഹനങ്ങളും EV ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. എല്ലാ വാഹനങ്ങളും ക്വാളിറ്റിയോടുകൂടി അത്രയും സർട്ടിഫൈഡ് ചെയ്ത വാഹനങ്ങളാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇന്നിതാ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ മുന്നിൽ കാണുന്നത്. BYDയുടെ സീൽ. അതായത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. നല്ലൊരു സ്റ്റൈലിഷ് സെഡാൻ കാറ്റഗറി വാഹനമാണ്, ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളുടെ ഒക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാം. നമുക്ക് രശ്മിയെ സ്വാഗതം ചെയ്യാം. രശ്മി, സ്വാഗതം. ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നമ്മുടെ ഏതൊക്കെ വാഹനങ്ങളാണ് കാണിക്കുന്നത്? മെയിൻ ആയിട്ട് EV കാറ്റഗറിയാണ്. EVയിൽ ഓൾമോസ്റ്റ് ഒരു 3 വണ്ടിയാണ്. ഇപ്പം ഒരെണ്ണം ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു പോയി. മഹീന്ദ്രയുടെ ഒന്നിപ്പോ പോയിട്ടുണ്ട്. നമ്മുടെ ഡെലിവറി കാലിക്കറ്റിന്റെ നമുക്ക് ഇത്രയും EVന്റെ കളക്ഷൻ നമുക്കാണ് ഇവിടെ വേറെ ഷോറൂമിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ അത്ര EVകളുണ്ട്. കാരണം EV എന്ന് വെച്ചാൽ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രത്യേകിച്ച് ഇതൊക്കെ എടുക്കുക വെച്ചാൽ സ്റ്റൈലിഷ് സെഡാൻ വണ്ടിയായി ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണ്. വേറെ നിങ്ങൾ ഇത് ഷോറൂമിലില്ല ഓപ്ഷൻ വരുന്നത്. ഓക്കെ, BYDയുടെ സീൽ എനിക്ക് തോന്നുന്നു കാണിച്ച് ഇത് ആദ്യം തന്നെ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വാഹനം. ഓക്കെ, അപ്പൊ ക്യാപ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ക്യാപ്സ് ലെക്സ് ആണ്. ക്യാപ്സ് ലെക്സിന്റെ ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവനന്തപുരം തന്നെ. പഴയ ഷോറൂമിന്റെ ഏകദേശം ഒരു 10-200 മീറ്റർ അത്രയും ദൂരമേ ഉള്ളൂ അല്ലേ. അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവര് എടുക്കുന്ന വാഹനങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നില്ല അല്ലേ? ഫുള്ള് എല്ലാം നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യിക്കാം അല്ലേ. എങ്ങനെ ചെക്ക് ചെയ്യിക്കാം, ഷോറൂമിൽ കൊണ്ടുപോകണേ അതും ചെയ്യാം. എല്ലാ ഹെൽപ്പ് ഇവർ തരും. ഓക്കെ, ഇത് ശരിക്കും ഓൺ റോഡ് ഒരു 56 ലക്ഷം വരുന്നില്ല. അപ്പോ ഇതൊക്കെ ചെറിയ ഓട്ടത്തിലാണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസും കാര്യമൊക്കെ നമ്മൾ പുറകിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് ഓരോ വണ്ടിയുടെയും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങൾ ആരൊക്കെ ഹാജരായി എവിടെ നോക്കിയാൽ വീഡിയോ കാണുന്നേ ഒന്ന് കമൻസിലേക്ക് വാ എല്ലാവരും. ഞാൻ എല്ലാവർക്കും ഹായ് തരുന്നതാണ് ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസിലേക്ക് ജോയിൻ ചെയ്യും. നമുക്ക് ഓരോ സ്റ്റോക്കായിട്ട് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ മഹീന്ദ്രയിൽ തുടങ്ങാം. ഈ സൈഡ് മൊത്തം മഹീന്ദ്ര വാഹനങ്ങളാണ്. താറ് B6 XUV ഒക്കെ ആയിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ XUV 700 ആണ് ഇപ്പോൾ നിർത്തി ഈ വാഹനം. ഇപ്പോൾ 7XO ആയി. ചെറിയ ചെറിയ ഡിസൈനിലുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വെച്ചിട്ട് 7XO ഇറക്കി. അപ്പോൾ 700 ആണിത്. KL 41 ആലുവ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. ഏതാ മോഡൽ ഇത്? 22 മോഡൽ, 2022 അല്ലേ. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. X7 ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി X7L. X7L ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, പനോറമിക് സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും ഫീച്ചറിസ്റ്റിക് SUV ആണ്. 7 സീറ്റർ വാഹനമാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് 29,32 വരുന്നുണ്ട്. ഓക്കെ, അന്നത്തെ പ്രൈസ് ആണ്. ഇന്നിപ്പോ സാധനം മാറി, അതുകൊണ്ട് ഞാൻ പറയാത്ത അതിന്റെ പ്രൈസ്. ഇന്നിപ്പോ പുതിയ 7XO 32 ആയിരുന്നു അല്ലേ. ഓക്കെ, അത് മാറി, നല്ല റേറ്റ് മാറി. അപ്പൊ അന്ന് 29 അടുത്ത് വില വന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. മൈലേജ് അങ്ങനെ ഒരു 14-15 കിട്ടും. അത് കിട്ടുന്നുണ്ട് സിറ്റിയിൽ അല്ലേ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. കിലോമീറ്റർ എത്ര? 28. വളരെ ലോ കിലോമീറ്റർ ആണ്. 22 വെച്ച് നോക്കുമ്പോൾ 4 വർഷം കൊണ്ട് വെറും 28,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ഇറങ്ങുന്ന ടൈമിൽ ഇപ്പം അറിയാലോ മഹീന്ദ്രന്റെ ബുക്കിംഗ് പീരീഡ് ഉണ്ടല്ലോ. ആ ടൈമില്
ഫസ്റ്റ് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു, ആള് ബുക്ക് ചെയ്തിട്ട്. Okay. അപ്പം ഈ കസ്റ്റമർ ബുക്കിംഗ് പീരീഡ് ആയത് കാരണം ആ ക്യാൻസൽ ചെയ്തത് ആളെ പേരിലേക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പ് ആയത്. യൂസേജ് ഒരാളാണ്, യൂസ് ചെയ്തത് ഒരാൾ. ഓക്കെ. പിന്നെ ഇതിന്റെ അടുത്ത് പറയേണ്ട വാറണ്ടി ഉണ്ട്, 27 വരെ വാറണ്ടി അവൈലബിൾ ആണ്. ആ ശരി, ഓക്കെ. എത്ര മാസം വരെ? തോന്നുന്നു മെയ് ആണ്, മെയ് മാസം വരെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 1 ഇയർ അടുപ്പിച്ച് വാറണ്ടി നിൽക്കുന്ന വാഹനമാണ്. വാറണ്ടി ആകുമ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം. എന്ത് പണിയുണ്ടെങ്കിലും നമുക്ക് പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങാണ്ട് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും 1 വർഷം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ വേണേ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുമായിരിക്കും. ചാൻസ് ഇല്ല, കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 22 മോഡൽ അല്ലേ? ഓക്കെ. അപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. നമുക്കിത് എത്രയാണ് ഫൈനൽ റേറ്റ് പറഞ്ഞാൽ? ഫൈനൽ പ്രൈസ് 28.60, സോറി 20.60. 20.60 അല്ലേ? 20.60, 28 അന്നത്തെ വിലയാണ്. 20.60. അപ്പോ ഫൈനൽ റേറ്റ് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ യൂസേജിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്, ലോ കിലോമീറ്റർ. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫീച്ചറിസ്റ്റിക് 7 സീറ്റർ നോക്കി നടക്കുന്നുണ്ട്, കണ്ണും പൊട്ടി എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ നമ്മൾ കാണിച്ച ആ ലക്ഷറി സെഗ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞ BYD സീൽ. അതായത് സെഡാൻ കാറ്റഗറിയാണ്, ഒരു ലക്ഷറിയസ് ലുക്ക് അല്ലെ? ഇങ്ങനത്തെ ഒരു വാഹനം, അതായത് യുണീക്ക് സ്റ്റൈൽ. നമ്മൾ റോഡിൽ അങ്ങനെ കാണാത്തൊരു യുണീക്ക് സ്റ്റൈലാണ്. സാറിന് ഇതിന്റെ സൂപ്പർ കാർസ് അങ്ങനത്തേലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ കാണാൻ പറ്റും അല്ലേ? ഓക്കെ. അത്രക്ക് എത്തിയില്ലെങ്കിലും ഈ റേഞ്ചിന് കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസൈനാണ്. ഏതാ മോഡൽ ഇത്? 2022 ആണ്. 22 മോഡൽ അല്ലേ? ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് റേഞ്ച് പ്രീമിയം എന്ന് പറഞ്ഞതാണ്. സീലില് പ്രീമിയം ഡൈനാമിക് പെർഫോമൻസ്, അതിൽ മിഡ് വേരിയന്റ് ആണ് ഈ പ്രീമിയം എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് റേഞ്ച് ഉള്ളത്. ഇത് ഫ്രണ്ട് വീല് 2 വീലാണ് ഇത് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് 4 വീലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് ഇതിന് റേഞ്ച് കുറച്ചുകൂടി കിട്ടും അല്ലേ? മറ്റേ അപേക്ഷിച്ചിട്ട് ടോപ്പ് എൻഡിനേക്കാളും റേഞ്ച് വരുന്ന വാഹനമാണ്. എത്ര കമ്പനി പറയുന്നത്? എത്രയാ ഓൺ റോഡ് പ്രൈസ് ആണോ? അല്ല, റേഞ്ച് എത്ര? 650 ആ പറയുന്നത്. 650. നമുക്ക് 600 എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, 600 വരെ റേഞ്ച് കൺഫേം ആണ്. ഫുൾ ചാർജിൽ 600 കിലോമീറ്റർ റേഞ്ച്. ഓക്കെ, അത്യാവശ്യം നല്ല ഓട്ടത്തിലുള്ള വകയുണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 12,000. 12,000. മോഡൽ പറഞ്ഞു നമ്മള് 22 മോഡൽ, സോറി 24 മോഡൽ. 24. ഓക്കെ, സോറി. അപ്പോ 22 ആദ്യം പറഞ്ഞു തോന്നുന്നു അല്ലേ? 24 ആണ് മോഡൽ. സോറി, 2024 മോഡലാണ്. അപ്പൊ കാറിന് മൊത്തത്തിലെ വാറണ്ടി 27 വരെ കമ്പനി വാറണ്ടി കാറിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിന്റെ ബാറ്ററി വാറണ്ടി വരുന്നത് 8 ഇയേഴ്സ് ആണ്. 8 ഇയേഴ്സ് അല്ലേ? അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ? 160. ഓക്കെ, 1,60,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 ഇയേഴ്സ്. നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വരുമ്പോഴും ഇതേ വാറണ്ടി കിട്ടും അല്ലേ? ഇങ്ങനെ തന്നെ കിട്ടും. വലിയ ഓട്ടം പോയിട്ടില്ല, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇത്രയും റേഞ്ചുള്ള വണ്ടി വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 മോഡലാണ്. ഓക്കെ, 22 പറഞ്ഞിരുന്നു, തെറ്റിപ്പോയാണ്, സോറി. 24 മോഡലാണ്. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും നീറ്റ് വണ്ടിയാണ്. പിന്നെ കസ്റ്റമർ അങ്ങനെയും കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിന് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. നമ്മള് ഇത് മൂൺ റൂഫിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ. പിന്നെ ബോറോഫിൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അതൊരു 75,000 എബോ വരുന്നുണ്ട് ആ കോട്ടിങ്ങിന്. പിന്നെ ഡയാന ഓഡിയോ സിസ്റ്റത്തിന്റെ മുകളിൽ ഒരു ഗോൾഡൻ പ്ലേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സംഭവം വലങ്ങൻ രീതി കാണാനല്ലോ, പക്ഷെ ഡിസൈനിൽ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വണ്ടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു റേഞ്ച് സെഡാൻ EV നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. ഒരു അടിപൊളി മുതലാണ്. കൊണ്ടു നടക്കുമ്പോൾ ഒരു യൂണീക് സ്റ്റൈലായിരിക്കും റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലേ? ലക്ഷറി ഫീൽ. അതെ. ഇതിന് തന്നെ ഓൺ റോഡ് ഏകദേശം എത്ര? 54 ലക്ഷം ഇതിന് ഓൺ റോഡ് വില വന്ന വണ്ടിയാണ്. ഇപ്പൊ വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി എല്ലാം ബാക്കിയുള്ള വണ്ടിയാണ്. നമുക്ക് എത്ര കൊടുക്കാം? ഫൈനൽ നമുക്കിത് 38,30 38,30,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ഞാനിപ്പോൾ എല്ലാ ഷോറൂമിലും ഫൈനൽ പറയിപ്പിക്കുന്നതാണ്, വേറെ ഒന്നല്ല. ഒരു നെഗോസിയേഷൻ നിങ്ങളും വന്നിട്ട് പിന്നെ അറിയാത്ത ആളുകൾ വന്നിട്ട് വെറുതെ ഇതാവണ്ട. അതുകൊണ്ട് നമ്മൾ ഫൈനൽ തന്നെ പറയിപ്പിക്കുന്നതാണ്. 38,30,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന അടിപൊളി ഒരു ലക്ഷറി വാഹനം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. നല്ല റേഞ്ചും ഉണ്ട്, മാക്സിമം ലോണും കയറില്ലേ? 95% ഫിനാൻസും ഷുവറാണ്. അടുത്തത് ഒരു ലക്ഷറി സെഗ്മെന്റ് ആണ്. BMW X1 ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒരു ബ്ലാക്ക് കളർ വണ്ടി. ഏതാ മോഡൽ ഇത്? 22 മോഡൽ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ഏതാ? എക്സ് ലൈൻ ആണ്. ഓക്കെ, എസ് ഡ്രൈവ് ആണ്. കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ വരുന്നത് 21,000. 21,000. ഇതും വലിയ ഓട്ടം പോയിട്ടില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വലിയ ഓട്ടം പോയിട്ടില്ല.
പൊതുവേ ഇതിന് X1 കമ്പാരിറ്റീവ്ലി മൈലേജ് കിട്ടൂലേ? മൈലേജ് ഓൾമോസ്റ്റ് ഒരു 17-18 ലോങ്ങിലൊക്കെ അത്രയും കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് ലോങ്ങില് ഹൈവേയിൽ ഒരു 18 വരെ കിട്ടുന്നുണ്ട്. ഒരു ടൗണിലൊക്കെയാണ് 14 കിട്ടും. ഓക്കെ, 14-15 ടൗണിലും കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഒരു നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു ലക്ഷറി SUV ആണ്, കോമ്പാക്ട് SUV ആണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല? പ്രോപ്പർ ഹിസ്റ്ററിയാണ്. പീരിയോഡിക് എല്ലാം കറക്റ്റ് പോയിട്ടുണ്ട്. ഇതിന്റെ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് ആണ്. ഇതിന്റെ പ്രീമിയം സർവീസ് പാക്കേജ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് 27 വരെ. നമുക്ക് വൈപ്പർ ബ്ലേഡ് വരെ അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു സർവീസ് കൂടെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതിൽ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ ഇനി അടുത്ത ഒരു സർവീസ് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകില്ല. പ്രീമിയം സർവീസ് പാക്കേജ്. വാറണ്ടി കഴിഞ്ഞില്ല? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വാഹനം എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങുമ്പോ ഒരു 65 ലക്ഷം രൂപ ഓൺ റോഡ് വില വന്ന വണ്ടിയാണ്. ഇപ്പൊ ഷേപ്പെല്ലാം മാറി, ഫേസ് ലിഫ്റ്റ് വന്നില്ല, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എത്രയാ ഫൈനൽ? ഇതിന്റെ നമ്മള് 36,90 ഫൈനൽ പ്രൈസ്. ഫൈനലാണ് ഏകദേശം. ഓക്കെ, 36,90,000 രൂപയ്ക്ക് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ്. ഏതാ പറഞ്ഞത്? X1 X-Line. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്, സോറി. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഈ ഒരു BMW X1 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഏകദേശം എത്രയാ പറയാ, ഒരു 30 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നില്ല ഏകദേശം അല്ലേ? അത്രയും മാറ്റം വന്നിട്ടുണ്ട്. കേരള വണ്ടി ഒറിജിനൽ, റീ വണ്ടിയോ കാര്യമൊന്നുമല്ല. ഒരുപാട് പേര് റീ തപ്പുന്നുണ്ട്, അതല്ല. ലോ കിലോമീറ്ററിലാണ് ഇത്രയും മാറ്റം വന്നത്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ഫൈനൽ റേറ്റ് ആണ് അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ലക്ഷറി സെഗ്മെന്റ് മിനി കൺട്രി മാൻ ആണ്. 5 ഡോർ വരുന്ന വാഹനം കൺട്രി മാൻ. ഏതാ മോഡൽ? ഇത് 16 ആണ്, 2016 മോഡൽ. ഓക്കെ, 16 മോഡലാണ്. കേരള വണ്ടിയല്ല? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഒറിജിനൽ കേരള 2016 മോഡൽ. കിലോമീറ്റർ 79 ആണ്. തേർഡ് ഓണർഷിപ്പ്. അത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ കിടക്കുന്ന വാഹനമാണ്. എന്തായാലും തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി തന്നെ. 79 പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? സർവീസ് എല്ലാം പ്രോപ്പർ? വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ ഇപ്പൊ ഇതിൽ? ഒന്നുമില്ലല്ലോ? മെക്കാനിക്കലി ഒരു പ്രശ്നമില്ലല്ലോ? എല്ലാം പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ്. പക്ഷേ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ആ ഒരു ഡ്രോബാക്ക് ആണ് വരുന്ന വണ്ടിയിൽ. ഇപ്പൊ എത്രയാ പ്രൈസ്? 21.5 ഫൈനൽ അല്ലേ? ഓക്കെ, 21,50,000 രൂപയ്ക്ക് 2016 മോഡൽ കൺട്രി മാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ കേരളയാണ്. മറ്റേതായിട്ട് കമ്പയർ ചെയ്യാറ്, ഡൽഹി വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാത്ത പ്രൈസ്. ഒരു 19 ലക്ഷമൊക്കെ ലോൺ കയറുമോ? മാക്സിമം കയറാൻ ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മഹീന്ദ്ര ഒരു തരംഗമാക്കി ഇറക്കിയ വാഹനമാണ് B6. തരംഗമാക്കി ഇറക്കിയല്ല, ഇറക്കിയിട്ട് തരംഗമായ വാഹനം അല്ലേ? B6 ആണ്. ഒന്ന് നേരത്തെ മറ്റേ EV9 അല്ലേ? XEV9 പുറത്ത് പോയി, ഡെലിവറി പോയി. ഇനി ഏതൊക്കെ വരാനുണ്ടോ? XEV9 ഒന്നുകൂടെ വരാനുണ്ട്, സംസാരത്തിലാണ്. ഓക്കെ, അപ്പോ ഇത് B6 ആണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ലുക്ക് ഇതിനാണ് വരുന്നത് അല്ലേ? മറ്റേ വെച്ചാൽ കുറച്ചുകൂടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വലിയൊരു വണ്ടിയാണ് മറ്റേത്. ഏതാ മോഡൽ ഇത്? 25. ഓക്കെ, 2025 28 വരെ കമ്പനി ഫുൾ വാറണ്ടി അല്ലേ വണ്ടിയിൽ? പിന്നെ കിലോമീറ്റർ 20,000 20,000 ഓടിയിട്ടുണ്ട്. പിന്നെ എത്ര ഇതിന്റെ വാറണ്ടി എങ്ങനെയാ വരുന്നത്? വാറണ്ടി 10 years വരുന്നത്. 10 years അല്ല? സെക്കൻഡ് ഓണറിനും? ഓക്കെ, 10 years ബാറ്ററി വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. റേഞ്ച് കാര്യങ്ങളൊക്കെ? റേഞ്ച് 680 ആണ് വരുന്നത്. അത് ഫിസിക്കലി കിട്ടുന്നുണ്ട്? 680, ഓൾമോസ്റ്റ് ഒരു 600 തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, 680-600 റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ B6 ഇപ്പോൾ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവര് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നു ഈ B6 കേരളത്തിൽ തന്നെ 2-3 വണ്ടി ഇട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു യൂസ്ഡ് മാർക്കറ്റിൽ. അങ്ങനെ വന്നിട്ടില്ല. അപ്പോ B6 എടുത്തവർ ഇതിന്റെ കറക്റ്റ് കിലോമീറ്റർ എത്ര കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഫുൾ ചാർജിൽ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എടുക്കാൻ പോകുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും എല്ലാം പ്രോപ്പർ സർവീസ് അല്ല? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അഡാസും 360 മൂൺ റൂഫ് എല്ലാം. 34 ലക്ഷം ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണ്. ഇപ്പൊ നമുക്ക് എത്ര ഫൈനൽ? 26,90,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. അപ്പൊ ഏകദേശം ഒരു 7 ലക്ഷത്തിനടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ചെറിയൊരു ഓട്ടോ ഓടിയിട്ടുള്ളൂ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിട്ട്. വാറണ്ടിയെ സംബന്ധിച്ച് ചെറിയൊരു ഓട്ടോ ഓടിയിട്ടുള്ളൂ. പിന്നെ 160 തന്നെയല്ലേ ഇതിന് കിലോമീറ്റർ വാറണ്ടി വരാം? ഓക്കെ, 160 വരെ കിലോമീറ്റർ വാറണ്ടി വരും.
അപ്പൊ പുതിയൊരു വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 25 മോഡൽ എന്താ ഇവിടെ കിടക്കുന്നുണ്ട്, ധൈര്യമായിട്ട് വന്നോളൂ. ഓക്കെ, മാക്സിമം ലോണും കയറില്ലേ? ഹലോ, അങ്ങനെ നമ്മൾ അടുത്ത EV സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ റോട്ടിൽ എവിടെ നോക്കിയാലും വിൻസർ കാണാം. അത്ര ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണല്ലേ? ഓക്കെ, ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാന്ന് തോന്നുന്നു. കാരണം അത്ര ഇറങ്ങുന്നുണ്ട്, നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. 2 വിൻസർ ഇവിടെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും KL5 കോട്ടയം വണ്ടിയാണ്. അതല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ നമ്പർ വരുന്നത് 9966 ആണ്. ഇതിന്റെ തൊട്ടടുത്ത നമ്പർ വരുന്നത് 6699 ആണ്. ഓക്കെ, രണ്ടും KL5 BC അങ്ങനെ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒരു നമ്പേഴ്സ് ആണ് രണ്ടിന്റെ. ഓക്കെ, അടിപൊളി നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇതേതാ മോഡല്? 2025 28 വരെ വാഹനത്തിന് ഫുൾ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ BYD വരുമ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ബാറ്ററി വാറണ്ടി എങ്ങനെയാണ്? ലൈഫ് ടൈം ഉള്ളത് 8 ഇയേഴ്സ് ആയിട്ട് കുറയും. ഓക്കെ, ഫസ്റ്റ് ഓണറിൽ ലൈഫ് ടൈം ആണ് 15 വർഷത്തേക്ക് കിട്ടുമായിരുന്നു. സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോൾ 8 വർഷത്തെ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ ഓക്കെ, 25 മോഡൽ. ഏതാ റേഞ്ച്, ഏതാ ഓപ്ഷൻ? എസെൻസ് ആണ് വരുന്നത്. ഇതിന്റെ തൊട്ട് മുകളിലുള്ളത് പ്രോ, അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ. ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രോയിലേക്ക് വരുമ്പോൾ റേഞ്ച് 400 സംതിങ് വരുന്നുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ 360 സീറ്റ് വെന്റിലേഷൻ, അഡാസ് മാത്രമല്ല, ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഓക്കെയാണ്. റേഞ്ച് പറയുന്നത് 331 ആണ്. 331 റേഞ്ച് ആണ്. ഒരു 280 എബോ റേഞ്ച് കിട്ടും. ഓക്കെ, അത്രയും ഫുൾ ചാർജിൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം നമ്മളിവിടെ സോൾഡ് ഔട്ട് ചെയ്തതിൽ 6 വണ്ടി പോയതും EV വിൻസർ ആണ്. ഡിമാൻഡ് അത്രയും വണ്ടി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അത്രയും വണ്ടി വിൻസർ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെ? അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, യാത്രാ സുഖമാണ്. നല്ല എന്താ പറയാ, ഒരു ഫ്ലൈറ്റ് മോഡിൽ പോവാം അല്ലെ? ഫ്ലൈറ്റിൽ പോകുന്ന ഫീലിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, വലിയ ചെലവുമില്ല. നമ്മുടെ കറണ്ട് ചാർജ് മാത്രം വന്നിട്ട് അത്രേ ഉള്ളൂ ചെലവും. ബാക്കി ക്ലെയിമും കാര്യമൊന്നും ക്ലെയിമും കാര്യങ്ങളൊന്നും. കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്റർ 17,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതിന്റെ ടയർസും കാര്യങ്ങളൊക്കെ വലിയ കുറഞ്ഞിട്ടൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനൽ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഇതിന് 15,90 ആണ് ഫൈനൽ റേറ്റ്. ഓക്കെ, 15,90,000 രൂപയ്ക്ക് 2025 മോഡൽ ഈ ഒരു വിൻസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മീഡിയം റേഞ്ച് ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു EVക്ക് എത്ര % ലോൺ കിട്ടും? 85-90 വരെ 90 വരെ ചാൻസ് ഉണ്ട്. EVക്ക് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് വന്നു വിൻസർ. ഇത് 6699 അല്ലേ? അതന്നെ. ഏതാ മോഡൽ? ഇത് 24 മോഡൽ, 25 രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് 24 മോഡലിലും 25 രജിസ്ട്രേഷനാണ്. നേരത്തെ കണ്ടത് 25 മോഡലും രജിസ്ട്രേഷൻ അല്ല 25. ഓക്കെ, അപ്പൊ ഇത് രജിസ്ട്രേഷൻ വെച്ചിട്ടുള്ള വാറണ്ടി ഒക്കെ സെയിം തന്നെ. രജിസ്ട്രേഷൻ നമ്പറേ മാറ്റുള്ളൂ. പിന്നെ ഇത് 21,000 ആണ് കിലോമീറ്റർ. ആ ഒരു ഡിഫറൻസും 21,000 4,000 കിലോമീറ്റർ അധികം ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ കൂടുമോ? ഇത് അഡാസ് ഉണ്ടോ? അഡാസ് ഇല്ല. ഇല്ലല്ലേ, ഫ്രണ്ട് ക്യാമറ ഡാഷ് ക്യാമറ. ഞാൻ പെട്ടെന്ന് അഡാസിന്റെ. ഓക്കെ, സെയിം ഓപ്ഷൻ തന്നെ. സെയിം ഓപ്ഷൻ തന്നെ. കളറും സെയിം തന്നെ. രജിസ്ട്രേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഇയറും കിലോമീറ്ററും മാത്രം ഡിഫറൻസ്, അത് മാത്രം മാറിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം ഒന്ന് തന്നെ. പ്രൈസ് സെയിം തന്നെയാണോ? പ്രൈസ് നമുക്ക് 15 രൂപ പറയുന്നത്. 15,000. ഓക്കെ, 15,50,000 ഒരു കിലോമീറ്റർ. പിന്നെ 1 ഇയർ ബാക്ക് ആണ് അതിന്റെ. പിന്നെ രജിസ്ട്രേഷൻ 25 വന്നിട്ടുണ്ട്. ബാക്കി വാറണ്ടി കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഒരു മാറ്റമില്ല. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഇതും 85-90 വരെ ലോണും ചാൻസ് ഉണ്ട് അല്ലേ? വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഒന്നുമില്ല. അടുത്തത് 2 മഹീന്ദ്ര ഥാറാണ്. സംഭവം രണ്ടും എല്ലാം ഒരേ മോഡലും ഏകദേശം ഒരേ വിലയൊക്കെയാണ്. അപ്പൊ രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, ആദ്യം നമുക്ക് അതിൽ തുടങ്ങാം. KL7 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന ഥാറാണിത്. ഏതാ മോഡൽ? ഇത് 2023 2 വീലാണ്. 2 വീൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, 2 വീൽ പെട്രോൾ ഓട്ടോമാറ്റിക് 23 മോഡലിൽ വരുന്ന വാഹനമാണ്. വാറണ്ടി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ്റ്റൻഡ് എടുത്തിട്ടൊന്നുമില്ല. കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 31 ആണ് വരുന്നത്. 31,000 നോർമൽ ഓട്ടോ ആണ് പോയത്. സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ഒന്നും ഇപ്പൊ മെക്കാനിക്കലി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതിൽ കാര്യമായിട്ട് ഒരു ഫിറ്റിംഗ്സും കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പുറത്തുള്ള വണ്ടിയിൽ അത്യാവശ്യം ഫിറ്റിംഗ്സ് ഉണ്ട്. ഇത് നോർമൽ സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അത് തന്നെയാണ് വണ്ടി. 23 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര ഇതിന്റെ ചോദ്യം? 13,60,000 രൂപയ്ക്ക് 23 2 വീൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. ഒരു 12.25 ലോൺ കിട്ടും.
ഒരു വള്ളമൊക്കെ കണ്ട പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ ശരിക്കും 13 തന്നെ കിട്ടേണ്ടതാണ്. അത്രയും കിട്ടും അല്ലേ? എന്തെങ്കിലും ഇതുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇതെവിടെ രജിസ്ട്രേഷൻ ബോർഡ് കുറച്ച് വെച്ചേക്കാം? 07 ആണ്. ഓക്കെ, എവിടെയെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോ ഇത് വെച്ചാൽ കുറച്ച് അത്യാവശ്യം ആക്സസറീസ് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാടാക്കിയിട്ടില്ല. അതായത് ഒഫൻസീവ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പേടിക്കണ്ട, നമ്മളെ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ എന്ത് വേണേലും ചെയ്യാന്ന് അല്ലേ? ഓക്കെ, അപ്പോ ഇത് സെയിം മോഡൽ 2023 42 ഓടിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, 2 വീലർ പെട്രോൾ ഓട്ടോമാറ്റിക്. പ്രൈസ് വരുന്നത് 1390. 1390. ആ ഒരു മാറ്റം ഈ ഒരു ആക്സസറീസിന്റെ മറ്റേലൊന്നുമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസറീസ് കയറി നല്ലൊരു അടിപൊളി കാറാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. തൽക്കാലം നമ്മൾ നിർത്താം അല്ലേ? ഓക്കെ, അപ്പോൾ വേറെ വണ്ടികളുണ്ട് ഇവരുടെ യാർഡിൽ, വേറെ വണ്ടികളുണ്ട് ഇവരുടെ ഷോറൂമിൽ. മൊത്തത്തിൽ ഇത്രേ വെച്ചോളൂ അല്ലേ വണ്ടികൾ? ഓക്കെ, അപ്പോ EV ഇനി വേറെ ഏതാ വരാനല്ലേ? ഒരു XEV 9 വരാനുണ്ട്. പിന്നെ BM-ന്റെ EV സംസാരത്തിനുണ്ട്. പ്രീമിയം EV വരുന്നുണ്ട്. അപ്പോൾ EVക്ക് ഇനി നിങ്ങൾക്ക് കണ്ണും പൂട്ടി ക്യാപ്സ് ലെക്സിലേക്ക് വരാം. അത്ര EVകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അത്രയും ഡെലിവറി പോയിട്ടുണ്ട് EV. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ പറയുന്ന കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് വണ്ടികളുടെ വിലകൾ ഒക്കെ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾ ഏത് വണ്ടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ, അതും കൂടെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് അതിനനുസരിച്ചുള്ള വണ്ടികൾ കാണിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ലക്ഷ്മി, താങ്ക് യു. ബൈ.